ഒരു ടോയ്ലറ്റിലൊക്കെ ഒരു ദിവസം 1500 പേര് 2000 പേരൊക്കെ പോകുന്നത്. ഈ വെള്ളമില്ല. അപ്പോൾ ഈ ഇത് ഈ പരക്കും. ആ റോഡ് നോക്കുമ്പോൾ ഞാൻ എൻ്റെ പടം കൊണ്ട് റോഡ് മുഴുവൻ ഇങ്ങനെ ഫീസസ് ആണ്, ഇങ്ങനെ ഒഴുകി പരന്ന് കിടക്കും. നമ്മൾ നടക്കുന്ന മുഴുവൻ അതിനകത്താണ്. ജസ്റ്റ് ലിറ്ററലി വാക്കിംഗ് ഓൺ ഫീസസ്. അതല്ലാതെ അങ്ങോട്ട് ആ റഫേലൊന്നും ഒരു സ്ഥലമില്ല, അങ്ങനെ അല്ലാത്തൊരു സ്ഥലമില്ല. അപ്പോൾ ഈ ഡയറി പിടിച്ചു കഴിഞ്ഞുള്ള ആൾക്കാർ, എനിക്ക് ഏറ്റവും എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തത് ഈ ആൾക്കാർ ഡിഗ്നിറ്റി ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് ഒരു ജനത എത്തുന്നതാണ്. മറ്റതൊക്കെ ചികിത്സിക്കുന്നതൊക്കെ നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ മുറിവൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, യുദ്ധത്തിനൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ സംബന്ധിച്ചാൽ ആൾക്കാർ ഡിഗ്നിറ്റി ഇല്ലാതാവും. ഈ ഡയറി പിടിക്കുമ്പോൾ അറിയാലോ, നമുക്ക് എവിടെയെങ്കിലും ഒരു ടോയ്ലറ്റിൽ പോകണം. നമ്മൾ പോകുന്നൊരു ടോയ്ലറ്റിനകത്ത് മുമ്പ് നോക്കുമ്പോൾ 250 പേര് നിൽക്കുന്നത്, നമ്മൾ ജീവൻ തീരും. പക്ഷേ ഒരു യുദ്ധവും കണ്ടിട്ടില്ലാത്ത ഒരു ജനതയ്ക്ക് ഒരു ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു 250 പേരുടെ ക്യൂ ഉണ്ട് എന്നുള്ളത് നമ്മുടെ ഇമാജിനേഷന് പുറത്താണ്. എന്നിട്ട് അവർ അടുത്ത് എന്താ ആലോചിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ഇറ്റ്സ് ഇമ്പോസിബിൾ. നമ്മൾ ഈ കോവിഡ് പിടിച്ച് ചുമച്ച് കുരച്ച് രക്തം തുപ്പി മരിക്കാം, അതൊരു പ്രശ്നമല്ല, പക്ഷെ ഞാൻ കാണേണ്ട കാഴ്ച വെച്ച് നമ്മുടെ ഹോസ്പിറ്റലിൽ ക്ലിനിക്ക് ഒരു 10,000 ടെൻറ്റുകൾക്ക് നടുക്കൊരു നമ്മുടെ ക്ലിനിക്കുണ്ട്. ആ ക്ലിനിക്ക് നടുക്കിലേക്ക് പോകുമ്പോൾ രണ്ട് സൈഡിലും ഇങ്ങനെ ഈ ടെൻറ്റ് വലിയ ടെൻറ്റ് ഇങ്ങനെ ഉണ്ട്. ടെൻറ്റുകൾക്ക് മുമ്പിലിരുന്ന് വാസ്തവത്തിൽ സ്ത്രീകൾ ഈ പറയുന്ന അവർ ഈ ഇതെടുത്തിട്ട് ഇങ്ങനെ മൂടിയിട്ട് ഈ പറയുന്ന ടോട്ടലി എക്സ്പോസ്ഡ്, അവരുടെ മുഴുവൻ ശരീരം ബാക്കിയെല്ലാം എക്സ്പോസ്ഡ് ആണ്. ഒരിക്കലും ബാക്കിയുള്ള നമ്മുടെ ഇന്ത്യക്കാരില്ല ഇവിടുത്തെ സ്ഥിതി ഉപരിയല്ല. ഇവിടെ നമുക്ക് ഒരു പബ്ലിക്കായിട്ട് ടോയ്ലറ്റിൽ പോകുന്നോ ഇല്ലൊക്കെ നമ്മൾ ട്രെയിനിലൊക്കെ കാണുന്നതാണ്. അങ്ങനെ ഒരു കുറേയെങ്കിലൊക്കെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടൊക്കെ ആൾക്കാരൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല, അവിടെ അങ്ങനെയല്ല. വളരെ ഈ പറയുന്ന നിവൃത്തികേട് കൊണ്ട് അപ്പോൾ അവരിങ്ങനെ വിതുമ്പും, ഈ കുപ്പായത്തിനകത്തിരുന്നിങ്ങനെ വിതുമ്പും, കരയും. നമ്മൾ ആൾ പോകുമ്പോൾ ഇങ്ങനെ അവർ ഇങ്ങനെ ഈ ഞെട്ടിൽ ഒരാൾ കാണുന്നുണ്ടോളൂ എന്നുള്ളൊരു ഫീലിംഗ്, അവരുടെ ആ ഡിഗ്നിറ്റി മുഴുവൻ തകർന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള മുഴുവൻ ആൾക്കാർ ഇങ്ങനെ കാണാൻ പറ്റും.